രക്ഷപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖമായി പ്രവർത്തിച്ചിരുന്ന സഖാക്കൾ നമ്മുടെ നാടാകെ ആദരവോടെ ഇന്നും അനുസ്മരിക്കുന്ന സഖാക്കൾ ഗോവിന്ദേട്ടനും മുകുന്ദൻ മാഷ് വട്ടന്നൂരിലെ സമരമുഖങ്ങളിൽ സ്വന്തമെന്ന വാക്കുമറന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ എല്ലാവരുടെയും ജീവിതാവശ്യങ്ങളുടെ മുൻപിൽ സമർപ്പിത മനസ്സോടെ പ്രവർത്തിച്ച മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന സഖാക്കളുടെ ഓർമ്മ ഒരിക്കൽ കൂടി പുതുക്കുകയും ഈ രണ്ടുപേരും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അടുപ്പമുണ്ടാക്കാനോ ഒരുമിച്ച് പ്രവർത്തിക്കാനോ അവസരമുണ്ടായിരുന്ന ഒരാളല്ല ഈ രണ്ടുപേരുമായി ഞാൻ. ഇവിടുത്തെ സഖാക്കളിൽ നിന്നും മുകുന്ദൻ മാഷയെയും ഗോവിന്ദേട്ടനെയും കുറിച്ച് മനസ്സിലാക്കുക മാത്രമാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നിങ്ങളിൽ നല്ലൊരു വിഭാഗം സഖാക്കൾ ഗോവിന്ദേട്ടന്റെയും മുകുന്ദൻ മാഷിന്റെയും പ്രവർത്തന കാലയളവിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും എല്ലാം കഴിഞ്ഞിട്ടുള്ളവരാണ്. പുതിയ തലമുറയിലെ പുതിയ സഖാക്കൾ അങ്ങനെ അവസരം ലഭിച്ചവരാവുകയില്ല. പക്ഷേ വർഷങ്ങൾ കുറേയേറെ കടന്നു പോയിട്ടും നമ്മുടെ നാടാകെ വളരെ വികാരവായ്പോടെ സ്നേഹാദരങ്ങളോടെ ഈ സഖാക്കളെ ഇപ്പോഴും അനുസ്മരിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഈ രണ്ടു സഖാക്കളും ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പൊതുപ്രവർത്തനം ഏറ്റെടുക്കാനും നിസ്വാർത്ഥമായി നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ അണിനിരന്നവരുമാണ് എന്നതുകൊണ്ടാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് സധൈര്യം മറുപടി പറയാവുന്ന രണ്ടു പേരുകളായി സഖാക്കൾ ഗോവിന്ദേട്ടന്റെയും മുകുന്ദൻ മാഷിന്റെയും പേര് ഇപ്പോഴും നമ്മുടെ നാവിൽ മുമ്പിലെത്തുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വ്യക്തിത്വം അത്രമേൽ ഉന്നതമായിരുന്നത് കൊണ്ടാണ്. എനിക്ക് ഉറപ്പുണ്ട്, ഇനിയും കാലമത്ര കടന്നുപോയാലും വർഷങ്ങളും പതിറ്റാണ്ടുകളും എല്ലാം കടന്നുപോയാലും മട്ടന്നൂരിലും പരിസരങ്ങളിലും എന്നുവരെ മനുഷ്യരുണ്ടാകുമോ അന്നുവരെ ഈ രണ്ടു സഖാക്കളെയും ഇതുപോലെ സ്നേഹാദരങ്ങളോടെ അനുസ്മരിക്കാൻ അന്നത്തെ തലമുറയും മുൻപോട്ട് വരിക തന്നെ ചെയ്യും. തീർച്ചയായും അവർ കാണിച്ചു തന്ന പാതയിലൂടെ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങി ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആഴ്ന്നിറങ്ങാൻ ഈ അനുസ്മരണ സന്ദർഭവും നാം പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് സഖാക്കളുടെയും ഓർമ്മകൾക്ക് നാം വാക്കു നൽകുകയാണ്. ഈ മഹത്തായ പ്രസ്ഥാനം, ഈ രക്തപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനു വേണ്ടി, നാടിന്റെ ആകെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രതിജ്ഞ പുതുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഗോവിന്ദേട്ടന്റെ പിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്ന്. ഗോവിന്ദേട്ടനും ചെറുപ്പത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ഒരാളായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് 75 വയസ്സ് തികയുകയാണ്. ഈ മാസം 15-ാം തീയതി രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വിപുലമായി ആചരിക്കുവാനുള്ള
പരിപാടികളാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് 75 വയസ്സ് സാമാന്യം ദീർഘമായ ഒരു കാലഘട്ടമാണ്. ഈ 75-ാം വർഷം നമ്മുടെ രാജ്യത്തിന്റെ മുൻപാകെ ഉയരുന്ന ഏറ്റവും ഗൗരവതരമായ ചോദ്യം എന്താണ് സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. ഈ രാഷ്ട്രമാകെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ അപകടത്തിലായ ഒരു കാലമായി നാം തിരിച്ചറിയുന്നു. ഗീതാഞ്ജലിയിൽ ടാഗോർ എഴുതിയത് എവിടെ മനസ്സ് നിർഭയവും ശിരസുന്നതവുമായിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ എന്നാണ്. സ്വാതന്ത്ര്യത്തിന് ടാഗോർ നൽകിയ നിർവചനം അതാണ്. ശിരസുന്നതമായിരിക്കുക, മനസ്സ് നിർഭയമായിരിക്കുക. അത്തരമൊരവസ്ഥയെയാണ് ടാഗോർ സ്വാതന്ത്ര്യം എന്ന് പേരിട്ട് വിളിച്ചത്. ശിരസുന്നതമായിരിക്കുന്ന അവസ്ഥ, ആരുടെ മുൻപിലും തലകുലിക്കാതെ സ്വന്തം നിലപാടുകളും വിശ്വാസങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധീരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം. മനസ്സ് നിർഭയമായിരിക്കുക, ഭയലേശമില്ലാത്ത മനസ്സുമായി, ആരെയും ഭയപ്പെടാതെ, ആരെയും പേടിച്ച് ജന്മദേശങ്ങൾ വിട്ടോടിപ്പോകാതെ, സ്വന്തം മൂല്യബോധത്തിൽ വിശ്വാസധാരയിൽ മുറുകെ പിടിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ നിർഭയം പ്രകടിപ്പിച്ച് അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, അതാണ് ടാഗോറിന്റെ സ്വാതന്ത്ര്യം. എന്നാൽ സ്വാതന്ത്ര്യം എത്തി 7 പതിറ്റാണ്ട് പ്രായമാകുമ്പോൾ നമ്മുടെ രാജ്യം ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർത്തുന്നവരെ, വിമർശനങ്ങൾ ഉയർത്തുന്നവരെ രാജ്യത്തിന്റെ ശത്രുക്കളായി മുദ്രകുത്തുകയാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ പൊള്ളത്തരത്തെ കുറിച്ച് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തെ തന്നെ എതിർക്കുന്നവരെയായി രാഷ്ട്രത്തിന്റെ ശത്രുക്കളായി മുദ്രകുത്തപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ പൊള്ളത്തരത്തെ കുറിച്ച് വർത്തമാനകാലത്ത് സ്വാതന്ത്ര്യം എന്നത് അർത്ഥം നഷ്ടപ്പെട്ട ഒരു വാക്കു മാത്രമായി മാറിയെന്ന് ഒരാൾ വിമർശനം ഉന്നയിച്ചാൽ അയാൾ സ്വാതന്ത്ര്യ വിരോധിയല്ല, അയാൾ രാഷ്ട്രത്തിന്റെ ശത്രുവുമല്ല. ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത മൺമറഞ്ഞുപോയ പ്രശസ്തനായ കവി എ അയ്യപ്പൻ 1947 എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതയുടെ പേര് 1947 എന്നാണ്. ആ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: 1947 ഒരു അർദ്ധരാത്രിയിൽ കിട്ടിയതാണ് ഈ കള്ളനാണയം. അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ കേസെടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലെന്ന് സംശയിക്കണം. ഏതായാലും അത്തരത്തിലുള്ള കേസുകളെ കുറിച്ചൊന്നും ജീവിതാന്ത്യം വരെ ഒരു ആശങ്കയില്ലാത്തയാളായതുകൊണ്ട് കൂടിയാവണം അയ്യപ്പൻ 1947 എന്ന തന്റെ കവിതയിൽ എഴുതി 1947 ഒരു അർദ്ധരാത്രിയിൽ കിട്ടിയതാണ് ഈ കള്ളനാണയം. ചോറില്ലാത്തവൻ ഒരു പിടി ഉപ്പും പൂവില്ലാത്തവന് കിരീടങ്ങളും നൽകിയ ചരിത്രത്തിന്റെ വരതാണ്. അതാണ് കവിതയിൽ പരാമർശിക്കുന്നത്. പിന്നീട് കവി തുടരുന്നുണ്ട്: ഒരു മിന്നോ, ഒരു പൊട്ടിയ സ്ലേറ്റോ, ഒരു കുറ്റി പെൻസിലോ പോലും വാങ്ങുവാൻ ഈ നാണയം കൊണ്ട് സാധിക്കില്ല. ഒടുവിൽ കവി പറഞ്ഞു വെക്കുന്നത്: കുരുടനോ പിച്ചച്ചട്ടിക്കോ വേണ്ടാത്ത ഈ നാണയം ഞാൻ വലിച്ചെറിയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. അയ്യപ്പൻ ഇന്ത്യയുടെ ശത്രുവല്ല. അയ്യപ്പൻ എന്ന കവി സ്വാതന്ത്ര്യത്തിന്റെ വിരോധിയുമല്ല. ഒരു കവിക്ക് ഒരിക്കലും സ്വാതന്ത്ര്യ വിരോധിയാവാൻ കഴിയില്ല. എല്ലാ കവികളും സ്വാതന്ത്ര്യ നാഹികളാണ്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ കരുത്തോടെ മുൻപോട്ട് നയിക്കുന്നതിന് ഇന്ധനമായി എത്രയെത്ര കവിതകൾ മാറിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതിന്റെ സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അത്രമേൽ സ്വാതന്ത്ര്യാഭിവാഞ്ജയുള്ളയാളായിരുന്നിട്ടും ഇത്ര രൂക്ഷമായ ഭാഷയിൽ ഒരു കവിത എഴുതാൻ അയ്യപ്പന് തോന്നിയത് എന്തുകൊണ്ടാണ്? അത് ഈ രാഷ്ട്രത്തോട് കൂറില്ലാത്തത് കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നത് കൊണ്ടുമല്ല,
1947 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് ചിലർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കാതെ പോകുന്നത് വർത്തമാനകാല ഇന്ത്യയെ കുറിച്ചാണെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിലാണെങ്കിലും ഉയർന്നു വന്ന വിമർശനം സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകണം എന്ന സ്വോദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. എങ്ങനെയാണ് സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുക? സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകണമെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വതന്ത്രരാണ് എന്ന ബോധമുണ്ടാകണമെങ്കിൽ ടാഗോർ സൂചിപ്പിച്ചതുപോലെയുള്ള സവിശേഷമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അത് മാത്രം പോരാ. പട്ടിണി കിടക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം പട്ടിണി കിടന്ന് മരിച്ചു പോകാൻ അവസരമുണ്ടാവുക എന്നതല്ല. വിശക്കുന്നവന്റെ സ്വാതന്ത്ര്യം ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നോക്കൂ, എന്റെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്, അവസാന ശ്വാസം വരെയും നിങ്ങൾ പട്ടിണി കിടന്നോളൂ എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാവില്ല. അസുഖബാധിതനായ ഒരാൾ, രോഗിയായ ഒരാൾ, എന്താണ് ഒരു രോഗിയുടെ സ്വാതന്ത്ര്യം? നിങ്ങൾക്ക് അസുഖം ബാധിച്ചിരിക്കുന്നു, ആ അസുഖബാധിതനായ നിങ്ങൾക്ക് സമാധാനമായി മരിച്ചു പോകാനുള്ള അവസരം ഈ രാജ്യത്തുണ്ട്, ഇതാ ആസ്വദിച്ചോളൂ സ്വാതന്ത്ര്യം. അല്ല, രോഗിയുടെ സ്വാതന്ത്ര്യം ഏറ്റവും ഫലപ്രദമായ ചികിത്സ നേടി രോഗം മാറി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ്, അവകാശമാണ് സ്വാതന്ത്ര്യം. വിദ്യാസമ്പന്നനായ ഒരു യുവാവിന്റെ യുവതിയുടെ സ്വാതന്ത്ര്യം തന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും താല്പര്യത്തിനും അനുസൃതമായ ജോലി ലഭിക്കാനുള്ള അവകാശമാണ്. ബിരുദത്തിന്റെ സാക്ഷ്യപത്രങ്ങളുമായി രാജ്യത്തിന്റെ തെരുവുകളിൽ തൊഴിൽ തേടി ജീവിതം പാഴാക്കി കളയാനുള്ള അവസരത്തെ അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വതന്ത്രമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവന് രാജ്യത്തിന്റെ ഏത് മൂലയിൽ നിന്നും ആ അഭിപ്രായങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള അവസരത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വ്യത്യസ്തമായ വിശ്വാസധാരകളെ പിൻപറ്റുന്നവർ, നൂറായിരം വിശ്വാസങ്ങളുള്ളവർ, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസത്തിന്റെ അനുസൃതമായി ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള അന്തരീക്ഷത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വിശക്കുന്നവന്റെ സ്വാതന്ത്ര്യം ഭക്ഷണമാണ്, രോഗിയുടെ സ്വാതന്ത്ര്യം ചികിത്സയാണ്, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ സ്വാതന്ത്ര്യം തൊഴിലാണ്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു രാജ്യം സ്വതന്ത്രമായി എന്ന് പറയാനാവുക. അതല്ലാതെ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് പരമാധികാരമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നതുകൊണ്ടത് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എന്ന് ആധുനിക കാലത്ത് പറയാനാവില്ല. സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങൾ ഈ രാജ്യത്തെ സകല മനുഷ്യർക്കും അനുഭവിക്കാൻ കഴിയും വിധം അർത്ഥപൂർണമായി മാറണം. സ്വതന്ത്രമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരെ ഇന്ന് ഇന്ത്യയിൽ ജയിലുകളിലാണ് കാണാൻ സാധിക്കുക. സ്റ്റാൻ സ്വാമിയുടെ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. ഗുരുതരമായ അസുഖം ബാധിച്ചിട്ടും ജയിലിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാൾ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആളാണ്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. ആർ പി ശ്രീകുമാറിനെയും പി സന്തൽവാദിനെയും സഞ്ജീവ് ഭട്ടിനെയും പോലെയുള്ളവർ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരനായി മാറുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു. എങ്ങനെയാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രം ഇങ്ങനെയായി പോകുന്നത്? ഇതല്ല സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ. സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമികളിൽ ഉയർന്ന മുദ്രാവാക്യം ഇത്തരം ഒരു രാഷ്ട്രത്തെയല്ല പ്രതീക്ഷിച്ചിട്ടുള്ളത്. പണ്ട് പ്രസംഗാലിവ് പാടിയിട്ടുണ്ട്, ഇതെന്റെ രാഷ്ട്രമല്ല എന്ന്. എന്റെ രാഷ്ട്രം പിറക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അദ്ദേഹം പാടിയത്. ഇനിയും പിറക്കാത്ത രാഷ്ട്രത്തിന്റെ വാനമ്പാടിയാകുന്നു ഞാൻ എന്ന് ഗാലിബ് പാടി. വർത്തമാനകാല ഇന്ത്യ സ്വാതന്ത്ര്യദാഹികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം
മനസ്സിലാക്കിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിരാശയ്ക്ക് വക നൽകുന്ന അനുഭവങ്ങൾ കൊണ്ടാണ് സമ്പന്നമായിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന് ലഭ്യമാകുന്നതിന്, നേടിയെടുക്കുന്നതിന് ജീവൻ സമർപ്പിച്ച എത്രയെത്രയോ രണധീരന്മാർ, എത്രയെത്രയോ ധീരദേശാഭിമാനികൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ എണ്ണിയാലൊടുങ്ങാത്ത കൈവഴികൾ, എത്രയെത്ര പ്രസ്ഥാനങ്ങൾ, മഹാന്മാരായ നേതാക്കന്മാർ. അതിവിപുലമാണ് ആ ചരിത്രം. ഞാനതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പുറത്തിറക്കിയ 3 വോള്യങ്ങളുള്ള ഒരു പുസ്തക സഞ്ചികയിൽ ഓഫ് ഇന്ത്യൻ മാർട്ടിയേഴ്സ് എന്നാണ് അതിന്റെ പേര്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരായ ദേശാഭിമാനികളുടെ പേരുവിവരങ്ങൾ മാത്രമാണ് അതിനുള്ളത്. ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകിയത്, ബ്രിട്ടനെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന ധീരദേശാഭിമാനികൾ, അവരുടെ ജീവചരിത്രമല്ല, അവരുടെ പേരുവിവരങ്ങൾ മാത്രം. ആ പേരുവിവരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടും വലിയ 3 പുസ്തകം നിറയെ ഉണ്ട്. ഒരിക്കൽ ഭഗത് സിംഗിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്ന ഭാഗം പരിശോധിക്കുന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഭഗത് സിംഗ് എന്ന പേര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവർ 13 പേരാണ്. ഒരു ഭഗത് സിംഗിനെ മാത്രമേ നമുക്കറിയൂ. എന്നാൽ അതേ പേരിലുള്ള 13 പേർ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ബ്രിട്ടനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ചവരാണ്. ഇങ്ങനെ അറിയപ്പെടാത്തവരായ ആയിരക്കണക്കിന് പോരാളികൾ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ്. കുട്ടികൾ 90% വരുന്ന രക്തസാക്ഷികളും 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു എന്ന പ്രത്യേകതയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം. ഞാനിത് സൂചിപ്പിച്ചത് ജീവിതത്തിന്റെ വസന്തകാലത്ത് തല്ലിക്കുടിക്കപ്പെട്ട 1000 രക്തസാക്ഷികൾ, അവരുടെ ത്യാഗനിർഭരമായ സമരങ്ങൾ, ഇതിന്റെ എല്ലാം ആകത്തുകയാണ് ഈ രാജ്യത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന മാറ്റമാക്കി തീർക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണയന്ത്രം തിരിച്ചവർക്ക് സാധിക്കാതെ പോയി. ഇപ്പോഴും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്ത മനുഷ്യർ, ഭവനരഹിതർ, റെയിൽവേയുടെ ഭൂമിയിൽ, പുറമ്പോക്ക് ഭൂമിയിൽ, ദേശീയപാതയോരത്തൊക്കെ അന്തിയുറങ്ങേണ്ടി വരുന്ന മനുഷ്യർ ഈ ഇന്ത്യയിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ജീവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടെ രാജ്യമാണ്. ഇല്ലായ്മയുടെയും നാണക്കേടിന്റെയും കണക്ക് പുസ്തകത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം. ലോകത്തിന്റെ മുൻപിൽ ഇപ്പോഴും തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു രാജ്യമായി നാം തുടരുകയാണ്. ഇല്ലായ്മയുടെ, ചൂഷണത്തിന്റെ, പട്ടിണിയുടെ, അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ എല്ലാം നാടായി നമ്മുടെ നാട് തുടരുകയാണ്. ഇവിടെ ഉയരുന്ന വിമർശനങ്ങൾ ഈ രാജ്യത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവാൻ, ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ത്യ അന്തസ്സോടെ നിലയുയർത്തി നിൽക്കാൻ എന്റെ രാജ്യമാണിതെന്ന് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതിന് ഈ രാജ്യത്ത് അടിമുടി സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യം. ഒപ്പം ഈ രാജ്യത്തിന്റെ ആധാരശിലയായി നിൽക്കുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും ഉൾപ്പെടെയുള്ള മൂല്യങ്ങൾ, ആ മൂല്യങ്ങളും പോർലേൽക്കാതെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ ശത്രുക്കൾ നിർഭാഗ്യവശാൽ ഇന്നത്തെ ഭരണാധികാരികൾ തന്നെയായി മാറുകയാണ്. മതനിരപേക്ഷതയുടെ ശത്രുക്കൾ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ തന്നെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തന്നെ RSS ആണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. RSS മതനിരപേക്ഷതയുടെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ശത്രുചേരിയിലാണ് അണിനിരന്നിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുപ്പിരിക്കൊള്ളുന്ന ഘട്ടത്തിൽ RSSന്റെ ആചാര്യനായി ഇന്നും കണക്കാക്കുന്ന
ഗോൾവാൾക്കറുടെ ആഹ്വാനം ബ്രിട്ടനെതിരെ സമരം ചെയ്ത് ഹിന്ദു യുവാക്കൾ അവരുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവും പാഴാക്കരുത് എന്നായിരുന്നു. അവിടെ നിർത്തിയില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരായ സമരത്തിൽ നിങ്ങൾ നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. ആ ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ആകെ നിരാകരിച്ച് ഇന്ത്യയെ ശിഥിലമാക്കുന്നതിന്റെ ആദ്യപടിയായ വികലവും അപകടകരവുമായ ആശയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല. നിർഭാഗ്യവശാൽ ആ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച മതനിരപേക്ഷതയുടെ ശത്രുക്കൾ, മതരാഷ്ട്രം മുൻപോട്ട് വയ്ക്കുന്നവർ ഈ രാജ്യത്തെ വൈവിധ്യസമ്പൂർണമായ ഈ നാടിനെ ഇതേ രീതിയിൽ നയിക്കാൻ ചരിത്രപരവും ധാർമ്മികവുമായ യാതൊരു അവകാശവുമില്ലാത്തവർ അവരുടെ കയ്യിലാണ് നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം. നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് അവരാണ്. ആ രാഷ്ട്രീയാധികാരം ഉപയോഗിച്ച് ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രത്തെ ശിഥിലമാക്കാനാണ്, വികലമാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യപടിയാണ് പൗരത്വ ഭേദഗതി നിയമം. മതനിരപേക്ഷത തകർന്ന് ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി എല്ലാ വൈവിധ്യങ്ങളെയും ഇല്ലാതാക്കി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ ജയിലടച്ച് അവരെ കൊന്നൊടുക്കി അങ്ങനെ മുൻപോട്ട് പോകുന്ന രാഷ്ട്രീയ പദ്ധതിയാണ് RSSന്റെ. ഇന്ന് നരേന്ദ്ര ദാമോദർ നമ്മോടൊപ്പമില്ല, ഗോവിന്ദ മൻസാരയും MM കൽമുർഗയും നമ്മോടൊപ്പമില്ല, ഗൗരി ലങ്കേഷും ചന്ദ്രനും ഭൗമിക്കും നമ്മോടൊപ്പമില്ല. ഇവരെല്ലാം അതിക്രൂരമായി ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടത് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ല. അവർ ചിന്താശേഷിയുള്ള മനുഷ്യരായിരുന്നു. ഈ രാജ്യം അന്തസ്സോടെ ശിരസുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു. ഇവരെല്ലാം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചവരും വർഗീയ അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടത്തിന് ഇന്ധനമായി നിലയുറപ്പിച്ചവരുമായിരുന്നു. ഇഷ്ടമില്ലാത്തവരെ കൊന്നുകളയുക, തുറക്കിലടയ്ക്കുക എന്നത് വർത്തമാനകാല ഇന്ത്യയിലെ ഭരണവർഗത്തിന്റെ നിലപാടായി മാറിയിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. ഇത്തരമൊരു ഘട്ടത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ചരിത്രപരമായ ബാധ്യതയുള്ള കോൺഗ്രസ് അതിന് തയ്യാറാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വർഗീയതയ്ക്കെതിരെ രാജ്യവ്യാപകമായ സമരത്തിന് മറ്റു പ്രതിപക്ഷ കക്ഷികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. രാജ്യമെമ്പാടും മതനിരപേക്ഷവാദികളെ നിരാശപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഓരോന്നും നിരാശപ്പെടുത്തുന്നു. മതനിരപേക്ഷത ഇത്രമേൽ ആക്രമിക്കപ്പെട്ട ഒരു കാലം ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഒരക്ഷരം ഉയരാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഓരോ ദിവസവും BJPയിലേക്ക് വലിയ നേതാക്കന്മാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരാൾ പാർട്ടി മാറിയതിനെ കുറിച്ചല്ല, കോൺഗ്രസിന്റെ നേതൃത്വമാകെ ഒഴുകിപ്പോകും. ചിലയിടങ്ങളിലെ വാർത്തകൾ കോൺഗ്രസിനെ എതിർക്കുന്നവരെ പോലും സങ്കടപ്പെടുത്തുന്നു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. കോൺഗ്രസിന്റെ നേതാവ് പേമ ഖണ്ഡു ആയിരുന്നു മുഖ്യമന്ത്രി. ഒരു ദിവസം പത്രം വായിക്കുമ്പോൾ നാം കാണുന്നു, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു 42 കോൺഗ്രസ് MLA-മാരും BJPയിൽ ചേർന്നു. ആകെ അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് MLA-മാരുടെ എണ്ണം 42 പോയി ചേർന്നു.
നോക്കി നിൽക്കുന്നതിനിടയിൽ ഒരു പാർട്ടി ഇല്ലാതെയായി. ചില ആളുകൾ പേര് മാറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. നിയമാനുസൃതം പേര് മാറ്റാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ഗസറ്റിൽ പരസ്യപ്പെടുത്തി നടപടികൾ സ്വീകരിച്ചാൽ ആർക്കും ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാം, പുതിയ പേര് സ്വീകരിക്കാം. എന്നാൽ രാഷ്ട്രീയ പാർട്ടി പേര് മാറ്റുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് ആ പാർട്ടിയുടെ പേര് മാറ്റി ഭാരതീയ ജനതാ പാർട്ടി എന്ന് സ്വീകരിച്ചു. കോൺഗ്രസ് അങ്ങനെ മറ്റൊരു പാർട്ടിയായി മാറി, BJP ആയി മാറി. ഇപ്പോഴും അവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പേമാ ഖണ്ഡു